മാലിന്യത്തിൽ സാനിറ്റൈസർ ഒഴിച്ച് കത്തിക്കാൻ ശ്രമിക്കുന്നതിനിടെ ഗുരുതരമായി പൊള്ളലേറ്റ് വീട്ടമ്മ മരിച്ചു. കോഴിക്കോട് പയ്യോളിയിലാണ് സംഭവം നടന്നത്. പയ്യോളി IPC റോഡിലെ ഷാസ് മൻസിലിൽ 48 വയസ്സുകാരിയായ നഫീസയാണ് മരിച്ചത്. കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയവെയായിരുന്നു മരണം സംഭവിച്ചത്. മാലിന്യങ്ങൾ കത്തിക്കുന്നതിനായി വീട്ടിലുണ്ടായിരുന്ന സാനിറ്റൈസർ ഒഴിക്കുന്നതിനിടെ തീ പടർന്നു പിടിക്കുകയായിരുന്നു. തുടർന്ന് ആശുപത്രിയിലെത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കഴിഞ്ഞ ദിവസം പത്തനംതിട്ട തിരുവല്ലയിലു കാറിന് തീപിടിച്ച് 2 പേർ ബന്ധുമരിച്ചിരുന്നു. തിരുവല്ല വേങ്ങലിലാണ് സംഭവം നടന്നത്. തുകലശ്ശേരി സ്വദേശി തോമസ് ജോർജും ഭാര്യ ലൈജി തോമസുമാണ് മരിച്ചത്. മകന്റെ മാനസിക പീഡനം സഹിക്കാനാവാതെയാണ് ജീവിതം അവസാനിപ്പിക്കുന്നതെന്നുള്ള രാജു തോമസിന്റെ ആത്മഹത്യാക്കുറിപ്പ് വീട്ടിൽ നിന്നും കണ്ടെത്തിയിരുന്നു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ ജില്ലകളുടെ അതിർത്തി പങ്കിടുന്ന വേങ്ങൽ വേളൂർ മുണ്ടകം പാടത്തേക്കുള്ള വഴിയിൽ ഇന്നലെ ഉച്ചക്ക് 1-ന് പട്രോളിങ്ങിനെത്തിയ പോലീസ് സംഘമാണ് കാറിന് തീ പിടിച്ചത് കണ്ടത്. തീ ആളി പടരുന്നതിനാൽ അടുത്തേക്ക് ചെല്ലാനായില്ല. ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത്. വാഗൺ കാറിന്റെ മുൻസീറ്റുകളിൽ പൂർണ്ണമായും കത്തിക്കരിഞ്ഞ നിലയിലായിരുന്നു ഇരുവരുടെയും മൃതദേഹങ്ങൾ. റോഡരികിൽ വാഹനം ഒതുക്കിയ ശേഷം പെട്രോൾ ഒഴിച്ച് സ്വയം തീ കൊളുത്തിയതായിരുന്നുവെന്നാണ് നിഗമനം. കാർ നമ്പർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് മരിച്ചവരെ തിരിച്ചറിഞ്ഞത്.